നമസ്കാരം. കൊളംബിയ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ EV ചാർജിംഗ് സ്റ്റേഷൻ ആൻഡ് സോളാറിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലെ അരങ്ങാടത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സോളാർ സ്പാർക്സ് എന്ന ചാർജിംഗ് സ്റ്റേഷനാണ്. ഇവിടെ നമ്മൾ 60 കിലോ വാട്ടിന്റെ ഒരു DC ഫാസ്റ്റ് ചാർജർ, 9.9, 7.5 എന്നിങ്ങനെയുള്ള 2 AC ചാർജേഴ്സ്, ഒപ്പം തന്നെ 30 കിലോ വാട്ടിന്റെ ഒരു സോളാർ, ഇത്രയുമാണ് കൊളംബിയ ലാബ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കോഴിക്കോട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഓർമ്മകൾ വരും അല്ലേ? ബിരിയാണി, പാട്ട്, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ വരും. അപ്പോൾ കാപ്പാട് ബീച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് കൂടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന്, അതായത് ഈ അരങ്ങാടത്ത് സോളാർ സ്പാർക്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് 6 കിലോമീറ്റർ മാത്രമാണ് അങ്ങോട്ടേക്കുള്ളത്. അപ്പോൾ ദേശീയപാതയുടെ മുന്നിൽ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ് ഈ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ നിങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ബോറടിക്കും എന്നുള്ളൊരു ഓപ്ഷനേ ഇല്ല. കാരണം EV ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങുന്നതിനൊപ്പം തന്നെ ഒരു ഫാമിലിക്ക് സ്പെൻഡ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് നല്ലൊരു കാഫറ്റേരിയ ഉണ്ട്, ഫാസ്റ്റ് ഫുഡുകൾ കിട്ടുന്ന ഒരു കാഫറ്റേരിയ ഉണ്ട്. ഒപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഗെയിമിംഗ് ഒരു സ്റ്റേഷൻ കൂടി ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളായിട്ട് വരുന്നവർക്ക് കുട്ടികൾ ബഹളം വയ്ക്കുമോ അല്ലെങ്കിൽ അവർക്ക് ബോറടിക്കുമോ എന്നുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. എൻ്റെ വേഷം, ഞാൻ ഇവിടെ മാനേജറാണ്. കാലത്ത് 6 മണി മുതൽ 11 മണി വരെ സ്റ്റേഷൻ ഓപ്പൺ ആയിരിക്കും. പിന്നെ 10 മണിക്കാണെങ്കിൽ ഈ ഗെയിമിംഗ് സ്റ്റേഷൻ ഓപ്പൺ ആയിരിക്കും. 11 മണി വരെ ഓപ്പറേറ്റിംഗ് ആണ്. പിന്നെ 3 മണി മുതൽ 11 മണി വരെ മീറ്റ് ഓപ്പൺ ആയിരിക്കും, റെസ്റ്റോറൻ്റ് ആയിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹോം ഡെലിവറിക്ക് ആയിട്ട് വീട്ടിലെത്തിച്ച് കൊടുക്കുന്ന ഇതൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആൾ തന്നെയാണ്. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഇവിടെ കാറാണ് മെയിനായിട്ട് ചാർജിങ് ഒക്കെ തുടങ്ങുന്നത്. സോളാർ സ്പാർക്ക് എന്ന EV സ്റ്റേഷൻ കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി ഭാഗത്തോട്ട് വരുമ്പോൾ അരങ്ങാടത്തെന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു സ്ഥാപനം രണ്ട് പാർട്ണർമാരാണ് ഇതിനുള്ളത്. ഒന്ന് ഞാനും എൻ്റെ സുഹൃത്തായ ഷംസുദ്ദീൻ. ഈ സ്ഥാപനം തുടങ്ങാനുണ്ടായ കാരണം, ഞങ്ങൾ 83 ബാച്ച് SSLC ബാച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഈ ബാച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 2 വഴിക്ക് പല ജോലികളായിട്ട് വേർപിരിഞ്ഞു പോയി. ശേഷം ഒരു 38 വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് എൻ്റെ സുഹൃത്ത് ഷംസുയുടെ കയ്യിലുണ്ട്. അതിനൊരു പാർട്ണറെ തേടി നടക്കുമ്പോഴാണ് എന്നെ വീണ്ടും കണ്ടുമുട്ടുന്നത്. എങ്കിൽ പിന്നെ ഞാൻ വേറൊരാളെ തേടി നടക്കേണ്ട ആവശ്യമില്ല, നീ തന്നെ ഇതിൻ്റെ ഒരു പാർട്ണറായിട്ട് ചേരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങാനുണ്ടായ ഒരു കാരണം. പക്ഷേ തുടങ്ങിയപ്പം വളരെ സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. തുടക്കത്തിൽ ഒരുപാട് വണ്ടികൾ കുറവായിരുന്നെങ്കിലും കൂടെ ഇപ്പോഴ് ഈ 2 വർഷത്തിന് ശേഷം ഒരുപാട് വാഹനങ്ങൾ കൂടുകയും ഞങ്ങളുടെ ഈ സ്ഥാപനം വളരെ നന്നായിട്ട് പോകുന്നു. അതുകൂടാതെ ഈ സ്ഥാപനം മറ്റുള്ള സ്ഥാപനത്തെ അപേക്ഷിച്ചിട്ട് മഴ കൊള്ളാതെയും ഈ സ്ഥാപനത്തിൽ ഒരു
സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫുള്ള 24 മണിക്കൂർ ഒരു സ്റ്റാഫുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ ആപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് എപ്പോഴും സഹായമുള്ളത് കൊണ്ട് ഇവിടെ വരുന്ന കസ്റ്റമർ എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ഈ സ്ഥാപനത്തിനെ പറ്റി പറയാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ചാർജിങ്ങിൻ്റെ ടൈമിനനുസരിച്ചിട്ട് ഇവിടെ ഗെയിം സോൺ ഉണ്ട്. കൂടാതെ അത്യാവശ്യം ലഘുഭക്ഷണങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന കസ്റ്റമർക്ക് ഈ സമയം ടൈം പാസ്സായിട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തുടങ്ങാൻ സമയം ഒരുപാട് കമ്പനികളുമായിട്ട് അന്വേഷിച്ചപ്പം ഞങ്ങൾക്ക് കുറേ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് കൊളംബിയർ ലാബ് എന്ന കമ്പനിയാണ്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളടക്കം അവർ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ഞങ്ങളെ ഈ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ വളരെയധികം സഹായം കൊളംബിയർ ലാബിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് തുടങ്ങിയപ്പം പുതുതായിട്ട് ഈ സ്ഥാപനത്തിലേക്ക് വരാനുള്ള പുതിയ ജനറേഷനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഇങ്ങനെയുള്ള ഒരു സംരംഭം വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് സംരംഭം തുടങ്ങുമ്പോഴും എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ വ്യക്തമായിട്ട് ഒരു അറിവ് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം സർക്കാർ തലത്തിൽ അതിനെപ്പറ്റിയൊരു അഭിപ്രായം വരികയും അത് പത്രത്തിലൂടെ അറിയുകയും ചെയ്തു. അപ്പം അത് നല്ലൊരു കൺസെപ്റ്റാണെന്ന് തോന്നിയതിൻ്റെ ഭാഗമായിട്ട് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അനേട്ടുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അനേട്ട് എല്ലാ സപ്പോർട്ടും തന്നു. പിന്നെ KFC കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അതിൽ ഫണ്ടിങ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ചീഫ് മിനിസ്റ്ററുടെ CMEDP എന്നുള്ള സ്കീമിലൂടെ ആ ഫണ്ടൊക്കെ വന്നതോട് ഇത്തരം ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അനേട്ടും KFCയും എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഉദ്യമം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. കൊളംബിയർ ലാബിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം നമ്മൾ അനേട്ടുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരൊരു പാനൽ തന്നു. ഇങ്ങനെ വെച്ചാൽ കുറച്ച് കമ്പനീസിൻ്റെ ഒരു 10 കമ്പനീസിൻ്റെ ഒരു ഇത് വന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അപ്പം അവരായിട്ട് എല്ലാ നമ്പറും ഞാൻ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ കുറച്ചുകൂടി നമ്മളായിട്ടൊക്കെ ഫ്രണ്ട്ലി ആയി തോന്നിയത് കൊളംബിയർ ലാബും അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ലിജുവൊക്കെ ആയിരുന്നു. അപ്പം അവരായിട്ട് കൊടുത്തു. അവർ ആ രീതിയിൽ തന്നെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് തന്നെ ഫങ്ഷനിങ് വരെ അവരൊക്കെ നല്ല രീതിയിൽ തന്നെ കൂടെ ഉണ്ടായിരുന്നു. EVയുടെ കൂടെ അതിൻ്റെ സോളാർ കൂടി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ കൊളംബിയർ ലാബ് തന്നെ ലിജുവൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിൽ കുറച്ചുകൂടെ സാമ്പത്തിക ലാഭം എന്തായാലും നമ്മളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കൂടിയാണല്ലോ, ബിസിനസ് ലൈനിലാണല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടെ ലാഭകരമാവും എന്നുള്ളത് പറഞ്ഞതിനനുസരിച്ച് ആ രീതിയിൽ ചെയ്തു. ഞാൻ 50 ആയിരുന്നു ഉദ്ദേശിച്ചത്, 50 കിലോ വാട്ട്സ്. പക്ഷേ നമ്മുടെ സ്ഥലപരിമിതി മൂലം അത് 30 കിലോ വാട്ട്സിൽ ഒതുക്കിയതാണ്. റെഡി ക്യാഷൊക്കെ ഉള്ള ഒരാൾക്ക് നടത്തി പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഫ്യൂച്ചർ കാണുന്നത് കൊണ്ട് തന്നെ അതിന് കുഴപ്പമില്ല. സാധാരണ ഈ രൂപത്തിൽ ബാങ്ക് അസിസ്റ്റോ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിന് ആ തരത്തിലുള്ള മറ്റ് ബിസിനസ് പോലുള്ള റിട്ടേൺസ് ഇതിൽ വരുന്നില്ല. പക്ഷേ ഫ്യൂച്ചർ ആയതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്ററാണ്. പിന്നെ ഈ കൺസെപ്റ്റ് വന്നതോടുകൂടി തന്നെ ഞാൻ മുമ്പ് ഈ EV സ്റ്റേഷൻ എന്നുള്ളതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഗെയിം സ്റ്റേഷനും അതോടുകൂടി തന്നെ എന്തെങ്കിലും ഇപ്പം പുതുതായിട്ടുള്ള ഈ ഫുഡുകൾ ഈ ഫ്രൈഡ് ചിക്കൻ, ബർഗർ, സാൻഡ്വിച്ച് ആ തരത്തിലുള്ള ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിരുന്നു. കൊറോണ വന്നതുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ച ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ EV ചാർജിങ് സ്റ്റേഷൻ്റെ സിസ്റ്റവും പിന്നെ അനേട്ടുന്നവർ പറഞ്ഞു ഇത് തുടങ്ങുകയാണെങ്കിൽ അതിന് സൈഡായിട്ട് അവർക്കൊരു എൻജോയ്മെൻറ്റിന്, അതായത് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രൂപത്തിൽ എന്തെങ്കിലും ഒരു ടൈം പാസ് വേണമെന്നുള്ളത് പറഞ്ഞപ്പോൾ രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ട്. ആദ്യമേ ഈ ഗെയിം സ്റ്റേഷനും പിന്നെ ഈ തരത്തിലുള്ള ചെറിയ കഫ്റ്റീരിയ പോലുള്ള ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ അവരുടെ ഒരു സജഷൻ കൂടി ഉള്ളത് കൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോവാണ്. ഇപ്പം EVയുടെ കൂടെ തന്നെ ഗെയിം സ്റ്റേഷനായിട്ട് കുറച്ച് കുട്ടികൾ കളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. അതുപോലെ പിന്നെ ജസ്റ്റ് ഒരു
കഫ്റ്റേരിയ രൂപത്തിലുണ്ട്. ഫ്രൈഡ് ചിക്കൻ, ബർഗർ, സാൻഡ്വിച്ച് അതുപോലുള്ള ഫുഡുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം വാഹനങ്ങൾ കൂടിയ സ്ഥിതിക്ക് എല്ലാവരുടെ മനസ്സിലും, പിന്നെ ഇവിടെയൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും പല ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണെങ്കിലും പിന്നെ ഫ്രീ സ്റ്റൈൽ എമൗണ്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ബാധ്യതകൾ ഉണ്ടായിക്കൊണ്ടുള്ള ഈ ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ് പോലെ പെട്ടെന്ന് റിട്ടേൺ വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിലിപ്പം നമ്മളിപ്പം 15 രൂപയായിരുന്നു ഇതുവരെ നമ്മൾ യൂണിറ്റ് നീഡായി കിട്ടിയിരുന്നത്. നമ്മൾ ചാർജ് മോഡ് എന്നുള്ള ഒരു ആപ്പുമായിട്ട് ടൈപ്പാണ്. അവർ ഇതുവരെ ഞങ്ങൾക്ക് 15 രൂപ വെച്ചായിരുന്നു കിട്ടിയത്. ഈ അടുത്താണ് 16 സംതിങ്ങിലേക്ക് മാറിയത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 5.50 ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കണം. ബാക്കിയുള്ള എമൗണ്ടിലാണ് നമ്മൾക്ക് പിന്നെ ആ സ്ഥാപനം മൊത്തം നടത്തിപ്പും ഉള്ള എക്സ്പെൻസ് കാണേണ്ടത്. പിന്നെ എന്തെങ്കിലും ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ സ്ഥാപനത്തിന് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാലത്തുള്ള ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതുപോലും മീറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ ബാലൻസിനാണ്. ഈ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാകും. നമ്മളിപ്പോൾ 15 രൂപ അല്ലെങ്കിൽ 16.50 അത് കിട്ടുമ്പോൾ അതിൽ 5.50 എനർജി ചാർജായിട്ട് കൊടുക്കണം. അത് കൂടാതെ പിന്നെ ട്രാൻസ്ഫോമർ നമ്മൾ വെക്കുന്നത് കൊണ്ട് ട്രാൻസ്ഫോമർ ചാർജ് പെർ മന്ത് 10,000 അതിന് കൊടുക്കണം. അഡീഷണലായിട്ട് മറ്റ് പല ബില്ലുകളും KSEBിയിൽ ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ പുതിയൊരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അതിനായിട്ടും KSEB ഒക്കെ ആയിട്ട് ആലോചിച്ച് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഇപ്പോൾ വളരെ സാധ്യതയുള്ളൊരു സംഭവമാണ്. കാരണം ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട്, അപ്പം സാധ്യതകൾ കൂടുതലുണ്ട്. പക്ഷെ നമ്മളത് എങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റും മറ്റു കാര്യങ്ങളും. ഞാൻ ധ്രുപത് ശരൺ. ആക്ച്വലി എൻ്റെ വീട് ഇവിടെ തന്നെ കൊയിലാണ്ടിയാണ്, കൊയിലാണ്ടി ലൊക്കാലിറ്റിയിലാണ്. ആക്ച്വലി ഒരു 2 മന്തായിട്ട് ഞാൻ EV വെഹിക്കിളിലോട്ട് മാറിയിട്ട് ടൈം. ഇത് MGയുടെ ZS EV ആണ് വെഹിക്കിള്. ഓൾമോസ്റ്റ് ഒരു ഫുൾ ചാർജിങ്ങിന് 360 കിലോമീറ്ററാണ് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിലവിൽ കേരളത്തിലെ ഒരു ക്ലൈമറ്റിനെ സംബന്ധിച്ചിടത്തോളം മഴ അല്ലെങ്കിൽ കാറ്റ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ അവൈലബിലിറ്റി വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഇതുപോലെയുള്ള EV ചാർജിങ് സ്റ്റേഷനാണ്. ഇത് കൊയിലാണ്ടി ടൗണിൽ തന്നെ വരുന്ന സോളാർ സ്പാർക്ക് എന്ന് പറഞ്ഞ EV ചാർജിങ് സ്റ്റേഷനാണ്. കൊയിലാണ്ടി ലൊക്കാലിറ്റിയിൽ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ വന്നിട്ട് നിലവിൽ കാലിക്കറ്റാണ് അവൈലബിലിറ്റി ഉള്ളത്. ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സൈറ്റ് വിസിറ്റിൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി ടു കാലിക്കറ്റ്, അതുപോലെ കുറ്റ്യാടി, നാദാപുരം, മലപ്പുറം ഏരിയകളിലൊക്കെ യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത് ഇതുപോലെയുള്ള EV ചാർജിങ് സ്റ്റേഷനാണ്. ഇന്നത്തെ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് വണ്ടികൾ ഇവിടെ ചാർജ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓട്ടോറിക്ഷ, കാറ്, അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് സ്ഥിരം ചാർജ് ചെയ്ത് പോകുന്നവരുണ്ട്. കാരണം കൊയിലാണ്ടിയിൽ ആകെ കൂടെയുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ് സോളാർ സ്പാർക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊളംബിയ ലാബിനെ സംബന്ധിച്ച് വലിയൊരു സന്തോഷിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അത് മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ കണ്ടവർക്ക് മനസ്സിലാവും ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റോറി കൂടിയാണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. 2 സുഹൃത്തുക്കൾ 35 വർഷങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും കണ്ടുമുട്ടി തുടങ്ങിയ അവരുടെ ജീവിതകാലത്ത് മുഴുവൻ സേവിങ്സ് വെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണിത്. അപ്പോൾ ഇതിന് ഒരു ബിസിനസ് മൈൻഡ് എന്നതിനൊപ്പം തന്നെ ഒരു സുഹൃത്ബന്ധത്തിൻ്റെയും ഒരു കെട്ടുറപ്പിൻ്റെയും കഥയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കഥകളുമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ജോയിൻ്റ് ആയിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പം ന്യൂ ജനറേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേര് ജോലി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ഫ്രണ്ട്സ് തന്നെ എന്തെങ്കിലും തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സ്റ്റാർട്ടപ്പാണ് EV ചാർജിങ് സ്റ്റേഷൻ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫോളോ അപ്പ് എല്ലാം തരാൻ വേണ്ടിയിട്ട് കൊളംബിയ ലാബ് എപ്പോഴും റെഡിയാണ്. താഴെ കാണിച്ചിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളും എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.